MechDriveന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എങ്ങനെ ഒരു ഓട്ടോമാറ്റിക് വാഹനം ഡ്രൈവ് ചെയ്യാം എന്ന് നോക്കാം. ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മാരുതി വാഗണാറിൻ്റെ ഓട്ടോമാറ്റിക് മോഡലാണ്. ഇതിൻ്റെ ആകെയുള്ള വ്യത്യാസം ഇതിൻ്റെ ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് ആണ് എന്നുള്ളത് മാത്രമാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഈ വാഹനം ഓട്ടിക്കണം. ഈ വാഹനം ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. ഈ കാണുന്നതാണ് വാഗണാറിൻ്റെ ഗിയർ ലിവർ. ഇതിൻ്റെ മോഡുകൾ വളരെ സിമ്പിളാണ്. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, പിന്നെ മാനുവൽ ട്രാൻസ്മിഷൻ. അതായത് ഈ വാഹനം ഗിയർ മാനുവലി മാറിയും ഓടിക്കാൻ കഴിയും. ആകെയുള്ള വ്യത്യാസം ഇതിന് ക്ലച്ച് പെഡൽ ഇല്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ക്ലച്ച് സംവിധാനം സെൻസേഴ്സും ആക്ച്വേറ്ററും വഴി ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്നു. ആയതിനാൽ വലത് കാൽ മാത്രം ഉപയോഗിച്ച് വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ വാഹനം ന്യൂട്രൽ പൊസിഷനാണ്. വാഹനം ഫോർവേഡ് പോകാൻ വേണ്ടി ഡ്രൈവ് മോഡ്. ഇത്രയേ ഉള്ളൂ. ഡ്രൈവ് മോഡിലിടുക, വണ്ടി മുന്നോട്ട് പോകുന്നതാണ്. ആക്സിലേറ്റർ കൊടുക്കുക, വണ്ടി മുന്നോട്ട് പോകും. റിവേഴ്സ് എടുക്കാൻ വേണ്ടി റിവേഴ്സ് മോഡ്, ഫ്രണ്ടിലോട്ട് റിവേഴ്സ്. സോ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ഇഗ്നിഷൻ ഓൺ ചെയ്തു, വണ്ടി ന്യൂട്രൽ പൊസിഷനിൽ വന്നു. ബ്രേക്ക് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുക. ഓട്ടോമാറ്റിക് വണ്ടികളെല്ലാം ബ്രേക്ക് ചെയ്താൽ മാത്രമേ സ്റ്റാർട്ട് ആവത്തുള്ളൂ. സ്റ്റാർട്ടായി. ഫോർവേഡ് ഡ്രൈവ്, അതായത് ഡിയിലോട്ട് ഇടുക. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. സാധാരണ രീതിയിൽ വണ്ടി മുന്നിലോട്ട് പോകണം. നമുക്കിവിടെ ഗിയർ മാറുന്നത് കാണാം. ഇപ്പോൾ തേർഡ് ഗിയറിലാണ്. വണ്ടിയുടെ സ്പീഡ് മാറുന്നതനുസരിച്ച് ഗിയർ ഓട്ടോമാറ്റിക്കായി മാറുകയാണ്. സ്പീഡ് കുറയുന്നതനുസരിച്ച് ഗിയർ ഡൗൺ ആവുന്നുണ്ട്. സ്പീഡ് കൂടുന്നതനുസരിച്ച് അപ്പാവുന്നുമുണ്ട്. സാധാരണ വണ്ടി പോലെ തന്നെ ഇതിന് 5 ഗിയറുണ്ട്. ആ 5 ഗിയറും ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് ഇതിൻ്റെ സെമി ഓട്ടോമാറ്റിക് മോഡാണ്. ലെഫ്റ്റിലോട്ട് ഗിയർ നോബ് ഷിഫ്റ്റ് ചെയ്യുക, താഴോട്ട് ഗിയർ അപ്പാണ്. ഫസ്റ്റ് ഗിയറിൽ വരുന്നു, വണ്ടി പോകുന്നു, വണ്ടി പോകുന്നു. അടുത്ത് നമ്മൾ സെക്കൻഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അടുത്ത തേർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഫോർത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. സെമി ഓട്ടോമാറ്റിക്കിന് മറ്റൊരു ഗുണമുണ്ട്. സ്പീഡ് കുറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആയിക്കൊള്ളും. സോ നമുക്ക് നോക്കാം. തേർഡ് ഗിയറിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഗിയർ അപ്പ് ആവത്തില്ല. അത് നമ്മൾ സ്പീഡിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് പാഡിൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആ ഗിയർ പൊസിഷൻ അവിടെ തന്നെ വന്ന് നിൽക്കും. ഇതാ ഇപ്പോൾ ഫോർത്ത് ഗിയറാണ്. നമുക്കൊന്ന് ഫിഫ്ത്ത് ഗിയർ കൂടെ മാറി നോക്കാം. 5 ഗിയർ നമ്മൾ മാറി, മാനുവലായിട്ട് മാറി. ക്ലച്ച് ചവിട്ടാതെ 5 ഗിയർ മാറിയിട്ടുണ്ട്. ഡൗൺ ചെയ്ത് ഓട്ടിക്കണമെങ്കിൽ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ഗിയർ ഡൗൺ ചെയ്താൽ അതാ ഫോർത്ത് ഗിയറായി. ഇഞ്ചിൻ ഡൗൺ ചെയ്യണമെങ്കിൽ ഇതാ തേർഡ് ഗിയറായി. തിരിച്ച് അതുപോലെ തന്നെ ജസ്റ്റ് പാഡിൽ എടുത്തു കഴിഞ്ഞാൽ ഫോർത്ത് ഗിയർ, ഫിഫ്ത്ത് ഗിയർ. സാധാരണ നമ്മൾ ആക്സിലേറ്റർ റിലീസ് ചെയ്യുക, ഗിയർ മാറുക. ക്ലച്ച് ചവിട്ടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക് മോഡൽ ഇഷ്ടമില്ലാത്തവർ, സപ്പോസ് നമുക്കൊരു ഹൈ റേഞ്ചിലോ അല്ലെങ്കിൽ ട്രാഫിക്കിൽ പെട്ടെന്ന് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സെമി ഓട്ടോമാറ്റിക് മോഡിലോട്ട് ഇടാം. മോഡിൽ തന്നെ വണ്ടി ഓടിച്ച് പോവുകയും ചെയ്യാം. നമുക്ക് മാനുവൽ മോഡിൽ ഓടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കിലോട്ട് മാറ്റാൻ കഴിയും. തിരിച്ചും അതേപോലെ ഓട്ടോമാറ്റിക്കിൽ നിന്ന് മാനുവൽ മോഡിലോട്ട് ഡ്രൈവിങ്ങിൽ തന്നെ മാറ്റാൻ കഴിയും. സോ നമ്മളിപ്പോൾ തേർഡ് ഗിയറിൽ മാനുവൽ ഗിയറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓട്ടോമാറ്റിക് ആക്കാം. ഇത് ഓട്ടോമാറ്റിക്കായി. ഇനി ഗിയർ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. തിരിച്ച് നമുക്കത് മാനുവലിൽ ഇട്ട് നോക്കാം. ഡ്രൈവിങ്ങിലാണ്, ഓട്ടോ മോഡിലാണ്. നമ്മൾ ഫോർത്ത് ഗിയറിലാണ്. നമ്മൾ മാനുവൽ മോഡിലോട്ട് ഇടുകയാണ്. മാനുവൽ മോഡിൽ നമ്മളിപ്പോൾ ഏത് ഗിയറിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഗിയറിൽ തന്നെ മാനുവൽ മോഡിലോട്ട് മാറുന്നതാണ്. ഇനിയുള്ളത് റിവേഴ്സ് മാത്രമേ ഉള്ളൂ. മറ്റൊന്നുമില്ല. വണ്ടി നിർത്തുക, ന്യൂട്രൽ പൊസിഷനിൽ വരിക, ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുക, റിവേഴ്സ് മോഡ്. ഇത്രയേ ഉള്ളൂ ഒരു ഓട്ടോമാറ്റിക് മോഡൽ വണ്ടി. പുതിയൊരു വാഹനത്തിൻ്റെ വിശേഷമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.